നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് അരിയാം. ഇപ്പം നമുക്ക് ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഇട്ടതാണ്. ഇപ്പം 8:30 ഒക്കെ ആയി. ഞാനിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. മാവ് അരയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു ഇച്ചിരി ഇതുണ്ടോ, ഒരു ഇച്ചിരി ഉലുവാപ്പൊടി, ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ളി, അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. ഇതാ നമ്മൾ ഇഡലി മാവ് ഇവിടെ അരച്ച് റെഡിയായി ഉണ്ടോ. ഇനി ഇത് നമുക്ക് വയ്ക്കാം. വെച്ചിട്ടൊരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് എടുത്ത് നമുക്ക് ഇഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ഇഡലി മാവ് റെഡിയായി ഉണ്ടോ. രാവിലത്തേതാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വെള്ളം വെച്ച് തിളയ്ക്കാനായിട്ട് ഇഡലി പാത്രത്തിൽ ഉണ്ട്. അതിനകത്തൊരു നാരങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഡലി പാത്രത്തിൻ്റെ അടി കറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ഇട്ടിരിക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം ചെയ്യും. നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെ തട്ടിലുണ്ടല്ലോ എണ്ണ പറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ മാവ് നമ്മൾ ഒഴിച്ചിടലി ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനത് അതേ പിടിച്ചിരിക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലവണ്ണം എണ്ണ തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ, മറ്റുള്ള എണ്ണ തേക്കൽ വെളിച്ചെണ്ണ കേട്ടോ. 3 തട്ടുണ്ടല്ലോ, 3 തട്ടിൻ്റെ അത് 16 ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ളതെല്ലാം റെഡിയാക്കാം. നമുക്ക് ഈ മാവ് റെഡിയാണല്ലോ, ഞാൻ കാണിച്ചില്ലേ ദോശ മാവ്. അന്നേരം അതിൻ്റെ അകത്തേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം, കുറച്ചിട്ട്. നമ്മുടെ ഇഡലി മാവ് റെഡിയായി. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നു. ഇനി നമുക്ക് ഇഡലിക്കട്ട് വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇഡലി കോരി ഒഴിച്ച് ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. നമ്മുടെ ഇഡലി പാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഇഡലി ആയിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരി കൂടെ 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും ഇഡലി റെഡിയാവും. നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിരിക്കും. നമുക്ക് ഇതൊക്കെ എടുത്ത് വെളി വെക്കാം. ഒരല്പ സമയം എടുത്ത് വെളി വെക്കാം. നമുക്ക് ഇഡലി ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ഇഡലി ഇവിടെ റെഡി. ഒന്ന് തണുത്ത് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളകി വരും. നമുക്കതുപോലെ ഇളക്കി കൊടുക്കാം. ഇഡലി ഇവിടെ റെഡിയായി ഉണ്ടോ.